الحمد لله. اللهم صل على محمد وعلى آله وصحبه أجمعين. الجلسة الثانية والعشرون من سورة البقرة. സൂറത്ത് തദബ്ബുൽ ഖുർആന്റെ 22ാമത്തെ സിറ്റിംഗ് ആണ്. ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് 154 മുതൽ 163 വരെയുള്ള സൂക്തങ്ങൾ. ഇതില് പുതിയ പദങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നല്ലേ? അതിന്റെ അർത്ഥം കിട്ടിയില്ല. അർത്ഥം കിട്ടിയില്ല. അത് കിട്ടിയില്ല, എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞല്ലോ ഗ്രൂപ്പില്. ഗ്രൂപ്പിൽ പറഞ്ഞാൽ പോലെ ആ പോസ്റ്റ് ചെയ്യുന്ന ആളുണ്ടല്ലോ, അയാളെ വിളിച്ചു പറയണം നിങ്ങൾ എന്താ ഇടാത്തതെന്ന് ചോദിക്കണം. ഞാനിന്ന് നോക്കുമ്പോഴാണ് ഇട്ടിട്ടില്ല എന്ന് കണ്ടത്. സഫ്ന ടീച്ചർ അല്ലേ? അത് തന്നെ. കാര്യങ്ങൾ അറിയാം. അപ്പൊ അവരെ എന്ത് ചെയ്യണം? വിളിച്ച് പറയണം. നിങ്ങളുടെ അടുത്താണ്, നിങ്ങളുടെ വീട്ടിന്റെ അപ്പുറത്താണ് ഉള്ളത്. നാട് എവിടെ? കോഴിക്കോട്. ഓക്കെ. അപ്പൊ ഇതില് വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്ത്, അമ്മാത്തിന്റെ ഏകവചനം മൗത്തല്ല. മൗത്ത് എന്ന് പറഞ്ഞാൽ മരണം എന്നാണ്. അതായത് മാത്തയുടെ ക്രിയാധാതുവാണ് മരണം. അംവാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മരിച്ചവർ. ഒന്നുകിൽ മയ്യത്ത് അല്ലെങ്കിൽ മൈത്ത്. മയ്യത്ത് എന്നും പറയാം, മൈത്ത് എന്നും പറയാം. രണ്ടും ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നൊക്കെ മയ്യത്ത് ഉണ്ട്, അതേപോലെ മൈത്തിൻ എന്ന് വേറെയും സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പം മരിച്ചവൻ, അതിന്റെ ബഹുവചനമാണ് അംവാത്ത്. ഓക്കെ. അതേപോലെ മൗത്ത എന്നും പറയും. ഇന്നക ലാ തുസ്മിഉൽ മൗത്ത എന്ന് പറയും. അതേപോലെ അഹ്യാ എന്ന് പറഞ്ഞു. അപ്പൊ അഹ്യാ എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ ബഹുവചനമാണ് അഹ്യാ. ഹജ്ജും ജീവിച്ചിരിക്കുന്നത്, അതിന്റെ ബഹുവചനമാണ് അഹ്യാ. ലാകിൻ ലാ തശ്ഉറൂൻ, ശഅറ യശ്ഉറു നമ്മൾ നേരത്തെ പഠിച്ചതാണ് അൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ. പിന്നെ ബല യബ്ലു, പരീക്ഷിച്ചു. അറിയില്ല. നഖസ യൻഖുസു എന്ന് പറഞ്ഞാല് നഖസ യൻഖുസു എന്ന് പറഞ്ഞാൽ ചുരുങ്ങി. നഖസ കുറഞ്ഞു. നഖസ കുറഞ്ഞു. വേറെന്താ പറഞ്ഞത്? അത് നഖദയാണ്. നഖദ. കണ്ണാടി ഉപയോഗിക്കുമെങ്കിൽ അവിടെ ചിലപ്പോൾ ഡോട്ട് ഉണ്ടോ ഇല്ല എന്ന് സംശയം കൊണ്ടാണ് പൊട്ടിച്ചു എന്ന് വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? നഖസ കുറഞ്ഞു. മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. സമറാത്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. സമറത്തും സമറാത്ത് ഫലം. ഫലം ഫലങ്ങൾ. ബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം. സ്വലവാത്തിന്റെ ഏകവചനം എന്താണ്? അസാബ ബാധിച്ചു. അസാബ ബാധിച്ചു, ആപത്ത് ബാധിച്ചു എന്നൊക്കെ പറയും. സ്വലവാത്തിന്റെ ഏകവചനം എന്താണ്? സ്വലാത്തുൻ. അപ്പൊ ഇതുവരെ ഒരു വാക്ക് മാത്രമേ. അതെ. ഇപ്പൊ ഒരു വാക്യേ പുതിയതായിട്ട് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. നഖസ എന്ന വാക്ക്.
കുറഞ്ഞു. നക്കസ കുറഞ്ഞൊരു വാക്കേ പുതിയതായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം എന്താണ് നമുക്ക് തവ്വഫ. അറിയുന്നതോ അല്ലെങ്കിൽ അറിയേണ്ടതുമായ പഠിച്ചത് വാക്കുകളാണ്. തവ്വഫ. എന്താണ് എന്താണ് അന്യ തവ്വഫ എന്നുള്ള തവ്വഫ അല്ലേ? തവ്വഫ എവിടെ കിടക്കുന്നു? എവിടെ കിടക്കുന്നു? എത്തിയില്ല. എവിടെ കിടക്കുന്നു തവ്വഫ? 158 ആയത്ത്. ആയില്ല, ഇപ്പൊ 57 ഇരിക്കുന്നുള്ളൂ നമ്മള്. ഇന്ന സഫാ വൽ മർവത്ത്. സഫയുടെ അർത്ഥം എന്താ? സഫ എന്ന് പറഞ്ഞ കുന്നിന്റെ പേരാണ്. സഫ മർവയും കുന്നുകളാണ്. താഴ്വര. താഴ്വരയല്ലേ, കുന്ന്. ഇന്ന സഫാ വൽ മർവത്ത് മിൻ ശആഇർ. ശആഇർ എന്ന് പറഞ്ഞ ശഈറത്തിൻ അടയാളം. ശഈറത്തിന്റെ ബഹുജനമാണ് ശആഇറു. അത് മസാജിദ് രൂപത്തിൽ വരുന്നത് കൊണ്ട് അതിന് ഒരു ലമ്മേ ഉള്ളൂ. ശആഇറു. മസാജിദ് പോലെ. അമ്മൻ ഹജ്ജൽ ബൈത്ത് അവ്യ ഇത്തമറ. അപ്പൊ ഹജ്ജ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹജ്ജ എന്ന് പറഞ്ഞാൽ തീർത്ഥാടനം നടത്തി, വിസിറ്റ് ചെയ്തു. കേട്ടാ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ സന്ദർശിച്ചു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പക്ഷെ അതിന്റെ സാങ്കേതിക അർത്ഥത്തിലാണ് ഹജ്ജ് എന്ന് പറയുന്ന പ്രവർത്തനത്തിലേക്ക് പോകുന്നത്, ആരാധനയിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമസ്കാരം, പ്രാർത്ഥന എന്നാണ് അർത്ഥം. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദുആ എന്നാണ് അർത്ഥം. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ സാങ്കേതിക അർത്ഥത്തിൽ, ഇസ്ലാമിലെ സാങ്കേതിക അർത്ഥത്തിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരം എന്നാണ്. അതുകൊണ്ടാണ് നബിയുടെ പേരിൽ സ്വലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോ ഹജ്ജ എന്ന് പറഞ്ഞാൽ വിസിറ്റ് ചെയ്തു എന്നാണ്, അല്ലെങ്കിൽ സന്ദർശനം ഉദ്ദേശിച്ചു എന്നും അർത്ഥമുണ്ട്. ഖസദ എന്നാണ് കേട്ടാ. സാറ അല്ലെങ്കിൽ ഖസദ എന്നാണ് എഴുതിയിരിക്കുന്നുണ്ട്. ഹജ്ജ യഹുജ്ജു എന്ന് പറഞ്ഞാൽ ഹജ്ജ യഹുജ്ജു, സാറ ഔ ഖസദ. സന്ദർശിച്ചു അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ചു. സന്ദർശിച്ചു. അത് തന്നെ. പക്ഷേ ഹജ്ജ എന്ന് പറഞ്ഞാൽ ഹജ്ജ എന്ന സാങ്കേതിക അർത്ഥത്തിൽ പറഞ്ഞാൽ, ഇസ്ലാമിന്റെ ടെർമിനോളജി ആയിട്ട് പദമായിട്ട് പറഞ്ഞാൽ ഹജ്ജ എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്തു എന്നാണ്. അതേപോലെ ഇത്തമറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാറ, സന്ദർശിച്ചു. കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ ഹജ്ജ എന്ന് പറഞ്ഞാലും ഇത്തമറ എന്ന് പറഞ്ഞാലും ഭാഷാർത്ഥത്തിൽ ഒന്നാണ്. പിന്നെ സാങ്കേതിക അർത്ഥത്തിലാണ് എന്ത് വരുന്നത്? ഹജ്ജ എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്തെന്നും എത്തമറ എന്ന് പറഞ്ഞാൽ ഉംറ ചെയ്തു എന്നും. പര്യായപദമായിട്ട് വരില്ലല്ലോ. പര്യായപദമാണ്. ഹജ്ജ എന്ന് പറഞ്ഞാലും എഴുത്തമറ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് എന്ന് പറഞ്ഞാൽ പര്യായപദമാണ്. ഹജ്ജ എന്ന് പറഞ്ഞാലും സാറ എന്ന് പറഞ്ഞാലും എഴുത്തമറ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. പറഞ്ഞാലും അത് തന്നെ. എന്താണ് ഖസദ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം വെച്ചു എന്നാണ്. സെയിം അർത്ഥമല്ലേ? സെയിം അർത്ഥമല്ല. പക്ഷെ എഴുത്തമറയ്ക്കും ഹജ്ജയ്ക്കും എന്തുണ്ട്? ലക്ഷ്യം വെച്ചു എന്നും അർത്ഥമുണ്ട്. അപ്പൊ ഖസദ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം വെച്ചു. അത് ഡിക്ഷണറിയിൽ എഴുതിയിരിക്കുന്ന അർത്ഥമാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതിന്റെ ഭാഷാർത്ഥം. ഓക്കെ, ഇനി ഫമൻ ഹജ്ജ ഹജ്ജൽ ബൈത്ത അവ എഴുത്തമറ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഹജ്ജ് ചെയ്തു അല്ലെങ്കിൽ ഉംറ ചെയ്തു എന്നാണ് ഇവിടെ ആയത്തിൽ അർത്ഥം. ആയത്തിൽ ഭാഷാർത്ഥം അല്ല ഉള്ളത്. അറബികൾ രണ്ടിനും ഹജ്ജ് എന്ന് പറഞ്ഞിരുന്നു. ഉംറ ചെയ്യുന്നതിനും ഹജ്ജ് ചെയ്യുന്നതിനും ഹജ്ജ് എന്ന് അറബികൾ പറഞ്ഞിരുന്നു. പിന്നീട് അത് മനസ്സിലാക്കാൻ വേണ്ടി ഹജ്ജുൽ അക്ബർ എന്നും ഹജ്ജുൽ അസ്ഗർ എന്നും പറഞ്ഞിരുന്നു. ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്ന ഹജ്ജ്, സഅയും തവാഫും, അതേപോലെ തവാഫും സഅയും, അതേപോലെ മിനയിൽ രാപ്പാർക്കലും
അറഫയിലുള്ള നൃത്തവും കല്ലേറും എല്ലാം അടങ്ങുന്ന ഹജ്ജിന് ഹജ്ജുൽ അക്ബർ എന്ന് പറയും. ഹജ്ജുൽ അസ്ഗർ, അപ്പൊ ഹജ്ജുൽ അക്ബറിന് പ്രത്യേക സമയങ്ങളുണ്ട്. ആ സമയത്തിനാണ് ഹജ്ജ് ചെയ്യുന്നത്. അതല്ലാത്ത സമയമില്ലല്ലോ, ഉംറയ്ക്ക് ആ സമയമില്ല. അപ്പൊ അങ്ങനെയുള്ളതിനാണ് ഹജ്ജുൽ അസ്ഗർ എന്ന് പറയും. ചെറുത്, ചെറിയ ഹജ്ജ് എന്ന് പറയും. അതിനാണ് നമ്മൾ ഹജ്ജ് എന്നും ഉംറ എന്നും പറയുന്നത്. നമ്മളെ കാലത്തല്ല, അതായത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തല്ല ഹജ്ജ് തുടങ്ങിയത്. ഹജ്ജ് പണ്ടേ ഉണ്ട്. ഇതിന്റെ മുൻപേ ഉണ്ടോ ഹജ്ജ്? കാലം വരെ ഹജ്ജുണ്ട്. നിസ്കാരം ഇതൊന്നും ഇല്ലല്ലോ, നോമ്പും ഖുർആനും ഒന്നും ഇല്ലാത്ത കാലത്തുണ്ടോ? അതെ, ഖുർആന് മുമ്പ് വേറെ ഗ്രന്ഥം ഉണ്ടായിരുന്നല്ലോ. സബൂറും അതേപോലെ വേറെ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം നബി അലൈഹി സ്വലാമയുടെ കാലം മുതലേ എന്തുണ്ട്? ഹജ്ജുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നപ്പോഴത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമോട് പറഞ്ഞു, എല്ലാവരോടും വരാൻ പറയുന്നു. വാദ്യം ഫിന്നാസ് ബിൽ ഹജ്ജ് എന്ന് പറഞ്ഞു. കഅബ ആയിരിക്കൂല, വേറെ എവിടെ ആയിരിക്കും? വേറെ എവിടെ? അതേ സ്ഥലത്ത് തന്നെ. കഅബ അവിടെ തന്നെ ഉണ്ടായിരുന്നു നേരത്തെ. കഅബ നേരത്തെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് അള്ളാഹ് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ആ സ്ഥലം. എന്നിട്ടാണ് അവിടെ ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പൊ അന്ന് ആരാധനാലയം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്നവരെ കെട്ടിപ്പൊക്കിയിട്ടൊന്നും ഉണ്ടാവില്ല, അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുള്ളൂ. എന്റെ ചെറുപ്പകാലത്ത് ഇവിടെ തീരപ്രദേശം ഉണ്ടായിരുന്നു. അവിടെ ഒരു എന്താ പറയാ, അടയാളത്തിന് വേണ്ടി കല്ലുകൾ പറക്കി വെച്ചിരിക്കുകയാണ് ചെയ്തത്. അവിടെ മണലാണ്, തീരം ബീച്ചിലെ മണ്ണില്ലേ, ബീച്ചിലെ മണ്ണില് അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ ബീച്ചിൽ പണിക്ക് വരുന്ന ആൾക്കാരെല്ലാം എന്ത് ചെയ്യും? അന്ന് ബീച്ചില് ടൂറിസ്റ്റുകളൊന്നും വന്നിരുന്നില്ല. പിന്നീട് അവിടെ പണിക്ക് വരുന്നവരാണ് വരുന്നത്. അവിടെ പണിക്കാർ വരുമ്പോൾ, കടലിൽ പണി ചെയ്യുന്നവർ വരുമ്പോൾ അവിടെ പോയി നമസ്കരിക്കും. അവിടെ എന്ത് ചെയ്യും? അടയാളപ്പെടുത്തി വെക്കുകയാണ് ചെയ്തത്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ അവിടെ ഒരു മസ്ജിദ് കാണാൻ പറ്റും. ഇഞ്ചിയിൽ ഈസ സുരിയാനി എന്ന് പറയുമ്പോ ഈസാ നബി അലൈഹി സ്വലാമിന് പറഞ്ഞു കേട്ടോ. അത് ഭാഷ അല്ല, അതൊരു ഡൗട്ട് ഉണ്ടല്ലോ. നമ്മുടെ ഹജ്ജിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് തീരൂല, നമുക്ക് പിന്നെ ഒരു ദിവസം വരാതെ. ഈ ചർച്ചിലൊക്കെ എഴുതി വെച്ചേക്കുന്നല്ലേ സുരിയാനി എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലേ ക്രിസ്ത്യാനികൾക്ക്? അതാ ചോദിച്ചത്. അത് വേറെ ദിവസം വരാം നമുക്ക്. ഓക്കെ. പിന്നെയാണ് തവാഫ് ചെയ്തു. തവാഫ് ചെയ്തു അല്ലെങ്കിൽ വലം വെച്ചു. തവ്വഫ എന്ന് പറഞ്ഞാൽ കഅബയ്ക്ക് ചുറ്റുന്നതിന് വലം വെച്ചു. തവാഫ് ചെയ്തെന്ന് പറഞ്ഞാലും ചുറ്റി എന്ന് പറഞ്ഞാൽ നൂല് ചുറ്റി എടുത്തതല്ല തവ്വഫ എന്ന് പറയുന്നത്. അതിന് ചുറ്റും വലം വെച്ചു. തവ്വഫ. ജുനാഹ നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ? ജുനാഹ കുറ്റം. പഠിച്ചില്ല, ഇപ്പൊ പഠിച്ചോ? ജുനാഹ കുറ്റം. ലാ ജുനാഹ വർഗത്തെ നിഷേധിക്കുന്നില്ല. അതേപോലെ സ്വമേധയാ ചെയ്തു. എവിടെ ലാ വന്ന്? വർഗത്തെ നിഷേധിക്കുന്നില്ല. വർഗത്തെ നിഷേധിക്കുന്നില്ല. ലാ വന്നതുകൊണ്ട് ഫതഹ് വന്നതാ ജുനാഹക്ക്. അവിടെ ഫതഹ് കൊടുത്തുകൊണ്ടാണ് വർഗത്തെ നിഷേധിക്കുന്നില്ല എന്ന് നമ്മൾ പറയും. ലാ ജുനാഹ. ഓക്കെ. അതേപോലെ സ്വമേധയാ ചെയ്തു. സ്വമേധയാ ചെയ്തു. ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون.
إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم إن الذين كفروا وماتوا وهم كفار أولئك عليهم لعنة الله والملائكة والناس أجمعين خالدين فيها لا يخفف خفف എന്ന് പറഞ്ഞാൽ ലഘൂകരിച്ചു. നമ്മൾ പഠിച്ചെന്താണ് ഖഫ എന്ന് പറഞ്ഞാൽ ലഘുവായി. അമ്മാമൻ ഖഫത്ത്, അപ്പം ഏതൊരുവന്റെ ലഘുവായോ മവാസീനു. അപ്പൊ ഖഫ ലഘുവായി. ഖഫഫ എന്ന് പറഞ്ഞാൽ ലഘുവാക്കി. ഖഫ ലഘുവായി, ഖഫഫ ലഘുവാക്കി. കർമ്മണിയായിട്ട് വരുമോ? കർമ്മണിയല്ല, നസല അൻസല പോലെ. ഇത് മാവിയല്ല, മാവിയല്ലേ? ഖഫഫ അല്ല. ഖഫഫ എന്ന് പറഞ്ഞത് മജ്ഹൂലല്ല. ഖഫഫ എന്ന് പറഞ്ഞാൽ അതെന്താണ്? മാവിയാണ്, പക്ഷെ കർമ്മണിയല്ല. ഇവിടെ എന്താണ്? ലാ യുഖഫഫു എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ കർമ്മണി പ്രയോഗമാണ്. ലാ യുഖഫഫു ലഘുവാക്കപ്പെടുകയില്ല. ലഘുവാക്കി അല്ലെങ്കിൽ ലഘൂകരിച്ചു. കരിക്കലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലഘുവാക്കി തന്നത്. ഞാൻ ലഘുവാക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യുക? അത് കരിക്കുകയാണ്. ലാഹും യുൻദറൂൻ. ലാഹും യുൻദറൂൻ. യുൻദറൂൻ എന്ന് പറഞ്ഞാൽ യുൻദറൂൻ, അവർ നോക്കപ്പെടുന്നു. നോക്കല്ല ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ്? അൻദറ എന്ന് പറഞ്ഞാൽ കർമ്മണി പ്രയോഗമല്ല. കേക്കില്ല, കേക്കില്ല, തീരെ കേക്കില്ല. കേക്കുന്നില്ലല്ലോ. കേക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? ഇപ്പം കേൾക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞേ? അൻദറ എന്ന് പറഞ്ഞാൽ അവധി നൽകി. നദറ നോക്കിന്നല്ല, അൻദറ കണ്ടു. നോക്കിയെന്ന് പറഞ്ഞാല് എന്താണ്? കുറച്ചേരം നോക്കാനുള്ള അവസരം നൽകി. നദറ നോക്കി. അൻദറ എന്ന് പറഞ്ഞാൽ നോക്കിപ്പിച്ചു. നോക്കാനുള്ള സമയം കൊടുത്തു. അപ്പൊ ഉസ്താദ് ഇതിന് എന്താ അർത്ഥം പറഞ്ഞേ? ഇട കൊടുക്കയില്ല എന്നുണ്ടോ ഉസ്താദ് അർത്ഥം? എന്ത്? സമയം നൽകുകയില്ലെന്ന്, ഇട കൊടുക്കപ്പെടുകയില്ലെന്ന് പറയുന്നു. നിങ്ങൾ ഏത് ട്രാൻസ്ലേഷൻ എന്നാ വായിക്കുന്നത്? വായിച്ചല്ല, മുമ്പ് വായിച്ചില്ല. അവർക്ക് അവസരം നൽകൂല എന്ന് പറയില്ലേ? ഞാൻ മലയാളം ട്രാൻസ്ലേഷൻ നോക്കിയിട്ടല്ല നിങ്ങൾ പഠിക്കും. മലയാളം ട്രാൻസ്ലേഷൻ നോക്കിയാൽ നിങ്ങൾ ട്രാൻസ്ലേഷൻ ആയിരിക്കും പഠിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നത്? ഭാഷയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇട കൊടുക്കുകയില്ല എന്ന് പറഞ്ഞത് അവധി നൽകുകയില്ല എന്ന് പറഞ്ഞതുമായിട്ട് തുല്യമായി വരുന്നില്ലേ? ഇട കൊടുക്കുക എന്ന് പറയുന്നത് അവധി നൽകുക എന്ന് പറയുന്നത് തുല്യമായി വരുന്നില്ലേ? പിന്നെ ചിന്തിക്കാം, അങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ എന്ന് നോക്കിയാൽ ഒരുപാട് മലയാളം വാക്കുണ്ട്. അൻദറ എന്നാണ്. വലാഹും യുൻദറൂൻ എന്ന വാക്കിൽ എന്താണ്? അൻദറ എന്നതാണ്. അൻദറ യുൻദിറു. അതെ. താഴെ കൊടുത്തിട്ടുണ്ട്. കാലത്തബരി. തബരി ആരെന്ന് അറിയാമല്ലോ? ഇമാം തബരി, മുഫസ്സിറായ തഫ്സീർ ഖുർആൻ വ്യാഖ്യാതാവായ തബരി പറഞ്ഞു, അൽ ഇൻലാറു, അൻദറ യുൻദിറുവിന്റെ ക്രിയാധാതുവാണ് ഇൻലാർ. അൻസല യുൻസിലു ഇൻസാൽ എന്ന് പറയുന്ന പോലെ. അൽ ഇൻലാറു ഫീ കലാമിൽ അറബി, അറബികളുടെ സംഭാഷണത്തിൽ അൽ ഇൻലാർ എന്ന് പറഞ്ഞാൽ അത്തഅഖീർ, വൈകിപ്പിക്കുക. ലാഹും യുൻദറൂൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അവധി നൽകപ്പെടുകയില്ല, വൈകിപ്പിക്കപ്പെടുകയില്ല. ഓക്കെ. ഇനി വായിക്കുമ്പോൾ നമ്മൾ അർത്ഥം മനസ്സിലേക്ക് കൊണ്ടുവരണം കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. إن الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم. إن الذين كفروا وماتوا وهم كفار أولئك عليهم لعنة الله والملائكة والناس أجمعين خالدين فيها لا يخفف عنهم العذاب ولا هم ينظرون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. മൈക്ക് കുറച്ച് നേരത്തേക്ക് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ അർത്ഥം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. വലാ തഖൂലു, അപ്പൊ നമുക്ക് സംശയമുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് സംശയമുള്ള വാക്കുകളും പുതിയ വാക്കുകളും പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞതെല്ലാം എന്തല്ല, പുതിയ വാക്കുകൾ മാത്രമല്ല പറഞ്ഞത്, മറിച്ച് എന്താണ്, സംശയമുള്ള വാക്കുകൾ. മയ്യത്ത് അതിന്റെ ബഹുവചനം അംവാത്ത് എന്ന് പറഞ്ഞത്, ഹയ്യിന്റെ ബഹുവചനം അഹ്യ എന്ന് പറഞ്ഞത്, അതൊക്കെ എന്താണ്, സംശയമുള്ള വാക്കുകളാണ്. ബാക്കി നഖസ പോലെ പുതിയ വാക്കുകൾ കുറച്ച് വന്നിട്ടുണ്ട്. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി, ലാ തഖൂലു നിങ്ങൾ പറയരുത്, പറഞ്ഞു പോകരുത്, ലിമൻ ഒരാളെ കുറിച്ച്, അവിടെ ലിമൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് എന്നല്ല, ഒരാളെ കുറിച്ച്, യുഖ്തലു ഫീ സബീലില്ലാ, അയാള് യുഖ്തലു വധിക്കപ്പെടുന്നു, ഫീ സബീലില്ലാ അള്ളാഹിന്റെ മാർഗത്തിൽ. അപ്പൊ അള്ളാഹിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെ അംവാത്ത് മരിച്ചവരാണ് എന്ന് പറയരുത്, മറിച്ച് എന്താണ്, ബൽ അഹ്യാഉൻ. എന്താ, ഒരു മനുഷ്യൻ മരിച്ചപ്പോഴത്തേക്ക് നമ്മൾ ജീവിച്ചിരിക്കുകയാണ്, അദ്ദേഹം ജീവിച്ചിരിക്കുകയാണെന്ന്. അപ്പോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹിന്റെ മാർഗത്തിൽ ജീവൻ ബലിയർപ്പിച്ചവരെ സംബന്ധിച്ചിടത്തോളം ആണ് എന്ത്, അവരെ മരിച്ചു എന്ന് പറയാൻ പാടില്ല, മറിച്ച് എന്താണ്, ബൽ അഹ്യാഉൻ, അവർ എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണ്. വലാകിൻ ലാ തശ്ഉറൂൻ, പക്ഷേ ഭൗതിക ജീവിതത്തിലല്ല ഉള്ളത്, അതുകൊണ്ട് ലാ തശ്ഉറൂൻ, നിങ്ങൾ ഗ്രഹിക്കുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അവർ ജീവിച്ചിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. അവരെന്താണ്, അള്ളാഹിന്റെ അതായത് ഉപരി ലോകത്ത് അവരെന്താണ് ജീവിക്കുകയാണ്. അവര് സൂറത്ത് ആലി ഇമ്രാൻ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട്. അതായത് അൽ ബഖറ കഴിഞ്ഞിട്ട് ആലി ഇമ്രാനിൽ എത്തുമ്പോൾ നമ്മൾ ആ ഭാഗം കുറെ കൂടെ വിശദമായി പഠിക്കും. അപ്പൊ എന്തായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരെന്തല്ല, മരിച്ചവരല്ല, മറിച്ച് എന്താണ്, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ലാക്കില്ലാ തശ്ഉറൂൻ, കാരണം അവര് ജീവിച്ചവരാണ് എന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, കാരണം അവർ മറ്റൊരു ലോകത്താണ് ഉള്ളത്, അതായത് ബർസഖിയായ ജീവിതത്തിലാണ് ഉള്ളത്. അതായത് പുനരുത്ഥാനത്തിന് മുമ്പുള്ള ഒരു ജീവിതമുണ്ട്, മരണത്തിനും പുനരുത്ഥാനത്തിനും മുമ്പുള്ള ഒരു ജീവിതമുണ്ട്, ആ ജീവിതത്തിലാണ് അവരുള്ളത്. അവരെന്താണ്, അവര് ജീവിച്ചിരിക്കുന്നവരെ പോലെയാണ്. വലനബലുവന്നക്കും, ബല യബലു
പരീക്ഷിക്കും. ലനബലുവന്നക്കും. അപ്പോ ഇവിടെ എന്താണ് ഊന്നി പറയാനുള്ള നായാണ്. ലനബലുവ നബലുവന്നക്കും, തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കും. നബലുവന്ന വലനബലുവന്നക്കും. അവിടെ എന്തുണ്ട്? തുടക്കത്തിൽ ലായ ഉണ്ടാവും, അവസാനത്തിൽ ഷദ്ദ ഇന്ന ഉണ്ടാവും. ലനബലുവന്നക്കും, തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കും. ബിഷൈഇൻ, ചില സംഗതികൾ കൊണ്ട്. ചില സംഗതികളുണ്ട്. ഷെയ് എന്ന് പറഞ്ഞാൽ ശുവൈ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്ന് പറയാം. ചില സംഗതികൾ കൊണ്ട് നാം പരീക്ഷിക്കും. എങ്ങനെയുള്ള ചില സംഗതികൾ? മിനൽ ഖൗഫി, ഭയം കൊണ്ട്, വൽ ജൂഇ, വിശപ്പ് കൊണ്ട്, വനഖ്സിൻ മിനൽ അംവാൽ, സാമ്പത്തിക നഷ്ടം കൊണ്ട്. പണം ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? പണനഷ്ടം. അപ്പൊ നമുക്ക് ഭയം ഉണ്ടാകാം, വിശപ്പുണ്ടാകാം, അതായത് പട്ടിണി ഉണ്ടാകാം, അതേപോലെ ധനനഷ്ടം, സാമ്പത്തിക നഷ്ടം ഉണ്ടാകാം. നഖ്സിൻ മിനൽ അംവാൽ, പണത്തിന്റെ ചുരുങ്ങൽ. നഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസ്. നഖ്സിൻ മിനൽ അംവാൽ, സാമ്പത്തികമായ ചുരുക്കം ഉണ്ടാകാം. അതേപോലെ അൻഫുസ്, ആത്മാക്കൾ, അതായത് മനുഷ്യർ, ആളുകളിൽ നഷ്ടം ഉണ്ടാകാം. അപ്പൊ ആളുകളിൽ നഷ്ടം ഉണ്ടാകാം, സാമ്പത്തികമായ നഷ്ടം ഉണ്ടാകാം. എന്ന് പറഞ്ഞാൽ ആളുകൾ മരിക്കും, അല്ലെങ്കിൽ ആളുകൾ വധിക്കപ്പെടും. അതേപോലെ സാമ്പത്തികമായ നഷ്ടം ഉണ്ടാകാം. അങ്ങനെയുള്ളതെല്ലാം എന്താണ്? പരീക്ഷണമാണ്. അതേപോലെ സമറാത്ത്. അപ്പൊ നഖസ് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഏതൊക്കെ കാര്യങ്ങളിൽ നഷ്ടം ഉണ്ടാകും? സാമ്പത്തികമായ നഷ്ടം ഉണ്ടാകും, അൻവാൽ നഷ്ടം ഉണ്ടാകും, അംഫുസിന് നഷ്ടം ഉണ്ടാകും, സമറാത്തിൽ, ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ കൃഷിയുടെ വിളവുകളിൽ നഷ്ടം ഉണ്ടാകാം. അപ്പൊ വിളവുകളിൽ സാമ്പത്തികമായ നഷ്ടം ഉണ്ടാകാം, ആൾനാശം ഉണ്ടാകാം, അതേപോലെ വിളവുകളിൽ നഷ്ടമുണ്ടാകാം. ഇവ കൊണ്ടൊക്കെ പരീക്ഷിക്കും. പരീക്ഷിക്കുന്ന ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളിലാണെന്നാ പറഞ്ഞത്? ഹൗഫ്, ഭയം കൊണ്ട് പരീക്ഷിക്കും, പട്ടിണി കൊണ്ട് പരീക്ഷിക്കും, അതേപോലെ സാമ്പത്തിക നഷ്ടം, ആൾ നഷ്ടം, കൃഷിയിൽ നഷ്ടം, കൃഷി വിളവുകളിലെ നഷ്ടം കൊണ്ടും പരീക്ഷിക്കും. 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ബശ്ശിരി സ്വാബിരീൻ, ആ സന്ദർഭങ്ങളിലെല്ലാം സഹനം അവലംബിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പൊ ഇവിടെ ഈ പറയും നബലുവന്നക്കും വിഷയം ഹൗഫി ജൂഅ് നഖ്സുൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത്, ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അത്തരം സാഹചര്യങ്ങളിൽ സബർ അവലംബിക്കുന്നവർക്കാണ് സന്തോഷ വാർത്ത അറിയിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരാൾ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ക്ഷമയല്ല ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. മറിച്ച് എന്താണ്? ഭയമുണ്ടാകുന്ന സന്ദർഭത്തിൽ ദീനുൽ ഇസ്ലാമിൽ തന്നെ അടിയുറച്ചു നിൽക്കുക. പട്ടിണി ഉണ്ടാകുന്നു, ഇസ്ലാമിൽ നിന്നത് കാരണമായി ഭയമുണ്ടാകുന്നു, പട്ടിണി ഉണ്ടാകുന്നു. അതേപോലെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ നിർദ്ദയം വധിച്ചുകൊണ്ടിരിക്കുന്നു. അവരെന്തിന്? ആഹാരത്തിന് വേണ്ടി വരി നിർത്തുകയും എന്നിട്ട് ഞങ്ങൾ ആഹാരം കൊടുക്കാമെന്ന് പറയുകയും ആ ആഹാരത്തിന് വേണ്ടി അവരെ വരി നിർത്തുകയും അവരെ ആഹാരത്തിന് വരി നിർത്തുമ്പോൾ പടപടാ പൊട്ടിച്ച് അവരെ വധിക്കുകയും ചെയ്യും. അതാണ് നഖ്സുൻ മിനൽ അൻഫുസ് എന്ന് പറയുന്നത്. നഖ്സുൻ മിനൽ അംവാൽ, അവരുടെ സ്വത്തുകൾ മുഴുവൻ ചെയ്യുന്നു, ഡിമോളിഷ് ചെയ്യുന്നു, ഒന്നുമില്ലാതെ അടിച്ച് പൊടിച്ച് തരിപ്പണമാക്കുന്നു. അപ്പൊ എന്താണ്? അത് നഖ്സുൻ മിനൽ അംവാലാണ്. അതേപോലെ അവർക്ക് എന്താണ്? ഹൗഫും ഉണ്ട്, ജൂഉം ഉണ്ട്. അപ്പോ ഇതൊക്കെ കൊണ്ട് പരീക്ഷിക്കും. ഹൗഫ്, ജൂഅ്, നഖ്സുൻ മിനൽ അംവാൽ അൻഫുസ്, അതേപോലെ സമറാത്തും അവർക്ക് ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട്. കാർഷിക വിളവുകളിലുള്ള നഷ്ടം, അവരുടെ വിളവുകളൊക്കെ എന്താണ്? നശിപ്പിക്കുന്നു. മാത്രമല്ല അതൊക്കെ കയ്യേറുന്നു. അതൊക്കെ എന്താണ്? അക്രമമായി കൊള്ളക്കാരെ പിടിച്ചെടുക്കുന്ന പോലെ പിടിച്ചെടുക്കുന്നു. എന്നിട്ട് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം എന്ത് ചെയ്യുന്നു? അടിച്ചോടിക്കുന്നു. വബശ്ശിരി സ്വാബിരീൻ, അങ്ങനെയുള്ള സന്ദർഭത്തിൽ പിടിച്ചു നിൽക്കുക. അള്ളാഹ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഭ്രമരായി ഇതെല്ലാം ദീനുമെല്ലാം ഉപേക്ഷിച്ച് പോവല്ല ചെയ്യേണ്ടത്. ദീനിന്റെ മാർഗത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കുക. ഇതെല്ലാം പരീക്ഷണമാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് അടിയുറച്ച് നിൽക്കുന്നതിനാണ് സഹനം അവലംബിക്കുക എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്ന സബർ എന്ന് പറയുന്നത്. അതാണ് അല്ലെങ്കിൽ അസ്വാബത്തുഹും, സഹനം അവലംബിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. വീണ്ടും വിശദീകരിക്കുകയാണ് എങ്ങനെയുള്ളവരാണ് അവർ. അസ്വാബത്തുഹും, അസാബ ബാധിച്ചു, ആപത്ത് ബാധിക്കുന്നതിനാണ് അസാബ എന്ന് മിക്കവാറും പറയല്. അല്ലാതെയും അസാബ ബാധിച്ചു എന്ന രീതിയിൽ പറയും. ഇവിടെ എന്താണ്? അസാബത്തുഹും മുസീബത്തുൻ, അവർക്കൊരു ആപത്ത് ബാധിച്ചു.
കാലു ഇതാ അസാബത്തുഹും, അങ്ങനെ ബാധിച്ചാൽ കാലു, അവർ പറയും. കാലു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാല ക്രിയയാണ്. പക്ഷെ ഇതാ വന്നു കഴിഞ്ഞാൽ ഇതാ നസുല്ലാഹി ഉൽഫത്ത് വറഅയ്തുന്ന സിദ്ഖുൽ നബിയില്ലാഹി അഫ്വാജ എന്ന് പറയും. അപ്പം ഇതാ വന്നാൽ ഇനി നടക്കാൻ പോകുന്ന സംഭവം, ഇതാ അസാബത്തുഹും മുസീബത്തുൻ, അവർക്ക് ഇത് ബാധിച്ചാൽ കാലു. അതുകൊണ്ടാണ് ഇതാ വന്ന് ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് കാലു പറയും എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അപ്പൊ പൂർണ്ണക്രിയാർത്ഥത്തിൽ പൂർണ്ണക്രിയ തന്നെ ഉപയോഗിച്ച് പറയാൻ കാരണം അങ്ങനെ പറയുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാ. ഇന്നല്ല ഇന്ന ഇലൈഹി റാജിഊൻ, ഞങ്ങൾ തന്നെയും അള്ളാഹ്ക്കുള്ളതാണ്. ഞങ്ങളുടെ പണവും സ്വത്തും അതേപോലെ കൃഷിയും അള്ളാഹ് എടുത്തു. അള്ളാഹ് തന്നെയാണ് തന്നത്, അള്ളാഹ് തിരിച്ചെടുത്തു. അതേപോലെ ഞങ്ങൾ തന്നെയും അള്ളാഹ്ക്കുള്ളവരാണ്. ഇന്നാലില്ല, ഞങ്ങൾ അള്ളാഹ്ക്കുള്ളവരാണ്. ഇലൈഹി വ ഇന്ന ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അവന്റെ അടുക്കിലേക്ക് തന്നെ മടങ്ങി പോകാനുള്ളവരാണ്. ഇന്ന് ഞങ്ങളുടെ സമ്പത്ത് എടുത്തിരിക്കുന്നു, ഞങ്ങളുടെ സഹോദരന്മാരെ കൊന്നിരിക്കുന്നു, ഞങ്ങളുടെ സഹോദരിമാരെ കൊന്നിരിക്കുന്നു, കുഞ്ഞുങ്ങളെ കൊന്നിരിക്കുന്നു, അവരെല്ലാം പോയി. ഞങ്ങൾ തന്നെയും അള്ളാഹ്ക്കുള്ളതാണ്. ഇനി ഞങ്ങൾ ഇപ്പൊ പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾ മടങ്ങും, അവനിലേക്ക് തന്നെ മടങ്ങുന്നവരാണ്. ഇലൈഹി റാജിഊൻ, അവനിലേക്ക് മടങ്ങുന്നവരാണ്. അലൈഹിം, അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. നഖ്സുമിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്തൊക്കെ ഉണ്ടായ സന്ദർഭത്തിൽ സഹനം ആരംഭിക്കുകയും ഞങ്ങൾ അള്ളാഹ്ക്കുള്ളവരാണ്, അള്ളാഹിന്റെ അടുക്കിലേക്കാണ് മടങ്ങുന്നത്, എല്ലാം അള്ളാഹ് എടുത്തിരിക്കുന്നു, അള്ളാഹ് തന്നതാണ് എടുത്തിരിക്കുന്നത്, ഇനി ഞങ്ങൾ തന്നെയും അള്ളാഹ്ക്കുള്ളതാണ്, ഞങ്ങൾ ഇപ്പൊ പോയിട്ടില്ലെങ്കിൽ ഇനി ഞങ്ങൾ പോകും എന്നാണ് അവരുടെ മറുപടി എങ്കിൽ അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം, ഇതാണ് അവരുടെ റബ്ബിൽ നിന്നുള്ള സ്വലവാത്ത്, പ്രാർത്ഥനകൾ, അനുഗ്രഹങ്ങൾ, മിർ റബ്ബിഹിം വറഹമത്തുൻ, റഹമത്ത് വേറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് സ്വലവാത്ത്, പ്രാർത്ഥന. നീയും അള്ളാഹ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹ് അനുഗ്രഹം ചൊരിയും, കാരുണ്യം നൽകും. സ്വലവാത്തുൻ മിർ റബ്ബിഹിം വറഹമത്തുൻ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് സന്മാർഗപ്രാപ്തർ. അവരാണ് മുഹ്തദൂൻ, ഇഹ്തദ സന്മാർഗം പ്രാപിച്ചു, അവരാണ് സന്മാർഗപ്രാപ്തർ. അവരുടെ മനസ്സിൽ എന്തുണ്ട്? ഈമാനുണ്ട്. നേരത്തെ നമ്മൾ ഗ്രാമർ പറഞ്ഞല്ലോ, അലാക്കിൻ നിങ്ങൾ ഈമാൻ ഫീ ഖുലൂബിക്കും, ഈമാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഈമാൻ പ്രവേശിച്ചവരാണെങ്കിൽ അവർ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് പറയുക. അവർക്കെന്താണ്? അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള സ്വലവാത്ത്, പ്രാർത്ഥനകളുണ്ടാകും, അനുഗ്രഹങ്ങളുണ്ടാകും, അതേപോലെ കാരുണ്യവും ഉണ്ടാകും. ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് യഥാർത്ഥത്തിൽ സന്മാർഗം പ്രാപിച്ചവർ. ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. അപ്പൊ സഫയിലും മറുവയിലും പണ്ട് വിഗ്രഹങ്ങളുണ്ടായിരുന്നു. സഫയിലും മറുവയിലും ഒക്കെ മുമ്പ് വിഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പൊ വിഗ്രഹങ്ങളെ ഉദ്ദേശിച്ച് അവരവിടെ തീർത്ഥാടനം നടത്തി. സഫയിലും മറുവയിലും ഒക്കെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. ആ വിഗ്രഹങ്ങളോടുള്ള അനുകമ്പ, ആരാധനാ മനോഭാവത്തിൽ അവരെന്ത് ചെയ്തിരുന്നു? അവിടെ വിസിറ്റ് ചെയ്തിരുന്നു, സിയാറത്ത് ചെയ്തിരുന്നു, അവിടെ ആരാധനകൾ അർപ്പിച്ചിരുന്നു. അപ്പൊ സത്യവിശ്വാസികൾ ഹജ്ജിന്റെ ഭാഗമായി സഫയിലും മറുവയിലും ഒക്കെ സഭാ മറവയ്ക്കിടയിലുള്ള നടത്തമുണ്ട്. ആ നടത്തമൊക്കെ നിർവഹിച്ചപ്പോൾ ചില ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, അവിടെ വിഗ്രഹങ്ങളുടെ ആരാധനാ രീതിയിൽ അതേപോലെ തന്നെയാണോ മുസ്ലിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴതിന് മറുപടി ആയിട്ടാണ് പറഞ്ഞത്, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, ഈ സഫയും മറുവയും അള്ളാന്റെ ചിഹ്നത്തിൽപ്പെട്ടതാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ പത്നിയെയും കുഞ്ഞ് ഇസ്മായിലിനെയും അവിടെ ആക്കിയിട്ട് പോകുമ്പോൾ അവിടെ ഒരു പക്ഷികൾ ഉണ്ടായിരുന്നില്ല, പറവകൾ ഉണ്ടായിരുന്നില്ല, അതേപോലെ അവിടെ ജലത്തിന്റെ യാതൊരു അംശവും ഉണ്ടായിരുന്നില്ല, ഒരു പച്ചപ്പ് പോലും ഉണ്ടായിരുന്നില്ല. ആ സന്ദർഭത്തിൽ വെള്ളത്തിനായി ഓടി സഫയുടെ മുകളിൽ കയറി നോക്കുമായിരുന്നു ഹാജർ അലൈഹിസ്സലാം. അതേപോലെ അവിടെ നിന്നും കയറി അവിടെ നിന്നിറങ്ങി മറുവ കുന്നിന്റെ മുകളിൽ കയറി നോക്കുമായിരുന്നു. അപ്പൊ ഇതെന്താണ്? അതിന് പ്രതീകാത്മകമായിട്ടാണ്, ആ ഓട്ടത്തിൽ പ്രതീകാത്മകമായിട്ടാണ് ചെയ്തത്. അതായത് തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും അവിടെ നിർത്തിയിട്ട് പ്രബോധനം നിർവഹിക്കുന്നതിന് വേണ്ടി, ദഅവത്തിന്റെ മാർഗത്തിന് വേണ്ടി, തൗഹീദ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഡ്യൂട്ടി ഏൽപ്പിച്ചതായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാമിനെ. നിന്റെ ഭാര്യയും മകനെയും ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുക. ഇവിടെയാണ് അവരുടെ ഫാമിലി അക്കോമഡേഷൻ. ഇവിടെ അക്കോമഡേറ്റ് ചെയ്തിട്ട് നീ എന്ത് ചെയ്യണം? നിന്റെ ഡ്യൂട്ടിക്ക് പോകണം എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവര് എന്ത് ചെയ്തു?
ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞതുപോലെ അവർ അള്ളയിൽ അവലംബിച്ചു. അള്ള ഞങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കുഞ്ഞിനെയും ഭാര്യയും അവിടെ ഏൽപ്പിച്ചിട്ട് നിർത്തിയിട്ട് പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോകുന്ന പോക്കിൽ ഹാജർ അലൈഹി സ്വലാം വിളിച്ചു ചോദിക്കുകയാണ്, അല്ല എവിടെ പോവാണ് എന്ന് ചോദിച്ച സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ വീണ്ടും ചോദിച്ചു, എവിടെ പോവാണ് നിങ്ങൾ, അള്ള പറഞ്ഞാണോ എന്ന് ചോദിച്ചു. അള്ള പറഞ്ഞാണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ എന്ന് പറഞ്ഞു. അതേ എന്ന്. ശരി, അങ്ങനെയാണെങ്കിൽ അള്ള ഞങ്ങളെ കൈവെടിയുകയില്ല എന്ന്. അങ്ങനെ കൈവെടിയുകയില്ല എന്ന്, അള്ള ഞങ്ങളെ കൈവെടിയുകയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. കുറച്ച് ഏതാനും ദിവസങ്ങൾക്ക് ഉള്ള വെള്ളവും ഈത്തപ്പഴമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. കുഞ്ഞിന് എപ്പോഴൊക്കെ മുല കൊടുക്കാനുണ്ടായിരുന്നു. പക്ഷെ പിന്നീടായപ്പോ എന്തായി, വെള്ളമില്ല, കഴിക്കാനൊന്നുമില്ല. അപ്പൊ കുഞ്ഞിന് പാൽ കൊടുക്കാനും ഇല്ലാതെയായി. അങ്ങനെ കുഞ്ഞിന് ഒന്നും കൊടുക്കാനില്ലാതെ ആയപ്പോഴാണ് മർവയിലും സഫയിലും ഒക്കെ കയറി നോക്കിയത്. എന്ത് ചെയ്യാണ്, എങ്കിൽ അവൻ ഞങ്ങളെ പാഴാക്കുകയില്ല എന്നാണ് ഹാജർ അലൈഹിസ്സലാം പറഞ്ഞു. എന്നിട്ട് അവിടെ കുത്തിയിരുന്ന് കരയല്ല ചെയ്തത്. ഇതെല്ലാം തീർന്നല്ലോ, അമ്മ എപ്പോഴും വരുന്നു, എപ്പോഴും ഞങ്ങൾക്ക് ആഹാരം കിട്ടും, എന്ത് കിട്ടുമെന്ന് കുത്തിയിരുന്ന് ഇരിക്കുകയല്ല ചെയ്തത്. മറിച്ച് എന്താണ്, അവർ പ്രയത്നിക്കുകയാണ് ചെയ്തത്. അതിനാണ് സഅയ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് സഫ മർവ കുന്നുകൾക്കിടയിലുള്ള നടത്തത്തെ ആരാധനയുടെ ഭാഗമാക്കിയതും. അതെന്താണ്, അതൊരു ആരാധനയുടെ ഭാഗമാക്കിയത്, പ്രതീകാത്മകമായി ആരാധനയുടെ ഭാഗമാക്കിയത് എന്തിനാണ്, ഈ ഒരു സംഗതിക്ക് വേണ്ടിയാണ്. അതായത് അള്ളയിൽ തവക്കുലാക്കിയ ആ സ്ത്രീയുടെ, ആ മഹദിയുടെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ്. അപ്പൊ അതെന്താണ്, ചിഹ്നങ്ങളാണ്. മിൻ ശാഇരില്ല, അള്ളാന്റെ ചിഹ്നങ്ങളാണ്. ഫമൻ ഹജ്ജ, അതിനാൽ ആരെങ്കിലും ഹജ്ജ് ചെയ്യുകയോ, ഹജ്ജ് അൽ ബൈത്ത് കഅബയെ തീർത്ഥാടനം നടത്തുകയോ, ഇഅ്തമറ അല്ലെങ്കിൽ ഉംറ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഫലാ ജുനാഹ അലൈഹി, അവന്റെ മേൽ കുറ്റമില്ല, അൻ യത്തവഫ ബിഹിമാ, അവയ്ക്കിടയിൽ തവാഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, വലം വയ്ക്കുക എന്ന് പറഞ്ഞാൽ, അതവിടെ സഫായ്ക്കും മർവയ്ക്കും ഇടയിൽ ഉള്ള നടത്തത്തെയാണ് ഉദ്ദേശിച്ചത്. അവയ്ക്കിടയിൽ നടക്കുന്നതിന് അവന്റെ മേൽ കുറ്റമില്ല. കാരണം എന്താണ് കുറ്റമില്ല എന്ന് പറഞ്ഞത്, അത് ഷിർക്കിന്റെ ഭാവമായിട്ട് അവിടെ ജാഹിലിയ കാലത്ത്, ഇസ്ലാമിന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻകാലത്ത് എന്ത് ചെയ്തിരുന്നു, അവിടെ അവര് ബിംബങ്ങളെയൊക്കെ പ്രതിഷ്ഠിക്കുകയും അവിടെ ആരാധനയുടെ രൂപത്തിൽ അവരോടുള്ള ബിംബങ്ങളോടുള്ള ആരാധനാഭാവത്തിൽ അവിടെ ആരാധനകൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അതേ സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്ത് നീയത്തിലാണ് പോകുന്നത്, നമ്മൾ ഹാജർ അലൈഹിസ്സലാം നിന്ന സ്ഥലം, ഹാജർ അലൈഹിസ്സലാം എങ്ങനെയെങ്കിൽ ഞങ്ങളെ അള്ളാ പാഴാക്കുകയില്ല, ഞങ്ങളെ അള്ളാ കൈവിടുകയില്ല എന്ന് പറഞ്ഞു. ആ ആത്മധൈര്യത്തിൽ, ആ അള്ളാഹിലുള്ള അർപ്പണ ഭാവത്തെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ നമ്മൾ കയറുന്നത്. അതല്ലാതെ അവിടെ ഉണ്ടായിരുന്ന ബിംബത്തിന് ആരാധന അർപ്പിക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ടാണ് ലാ ജുനാഹ എന്ന് പറഞ്ഞത്. അവിടെ തീർത്ഥാടനം നടത്തുന്നതിൽ അല്ലെങ്കിൽ അതിനിടയിൽ നടക്കുന്നതിൽ കുറ്റമില്ല. അവർക്കൊരു പാപകരമായ സംഗതിയല്ല, മറിച്ച് എന്താണ്, അത് ആരാധനാപരമായ സംഗതിയാണ്. ബിഹിമ, അവ രണ്ടിനെയും വലം വയ്ക്കുന്നതിൽ തെറ്റില്ല. വമൻ തതവ്വഅ ഖൈറൻ, ആരെങ്കിലും നന്മ ചെയ്ത, സ്വമേധയാ നന്മ ചെയ്താൽ, തതവ്വഅ സ്വമേധയാ ചെയ്തു, ഖൈറൻ നന്മ ചെയ്താൽ, ഫഇന്നല്ലാഹ ശാകിറുൻ അലീം, അള്ളാഹ് ശുക്ർ ചെയ്യുന്നവനും, അള്ളാഹ് എന്താണ്, തിരിച്ചവന് പ്രതിഫലം നൽകും. അലീം, നന്നായി അറിയുന്നവനുമാണ്. അത് പ്രവർത്തിക്കുന്നവരുടെ മനോനിലയെക്കുറിച്ച് നന്നായി അറിയുന്നവനുമാണ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ, ഇതുപോലുള്ള ദൃഷ്ടാന്തങ്ങളൊക്കെ അള്ളാഹ് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ സഫയിലും മർവയിലും പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ എന്താണ്, നല്ല മിനുസമാക്കിയിട്ടിരിക്കുകയാണ്. പൊക്കം കുറെ ആൾക്കാർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ട് അതിന്റെ പൊക്കം കുറഞ്ഞു. പിന്നെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വിയർപ്പൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ശീതീകരണം AC ഉണ്ട്. പിന്നെ അത് കൂടാതെ AC തണുപ്പ് കുറവാണെങ്കിൽ പിന്നെ അവിടെ കാറ്റടിക്കാനുള്ള ഭയങ്കരമായ ഫാനുകൾ, വലിയ വലിയ ഫാനുകൾ ഇടയ്ക്കിടയ്ക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത്രയും സുഖകരമായ രീതിയിലാണ് നമ്മൾ അവിടെ കയറുന്നത്. പക്ഷെ അന്ന് ഹാജർ അലൈഹിസ്സലാം അവിടെ പക്ഷികളോ മൃഗങ്ങളോ പറവകളോ ഒന്നും ഉണ്ടായിരുന്നില്ലാത്ത ഒരു പുൽക്കുടി പോലും ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ ആ പാറയുടെ പുറത്തുകൂടി ഓടിയ ആ സന്ദർഭം നമ്മൾ ആലോചിക്കുക. അപ്പൊ ആ തവക്കുൽ, അതുപോലുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്, അതുപോലുള്ള അടയാളങ്ങൾ, ഇതൊക്കെ ആ തവക്കുലിനെ പോലുള്ള അടയാളങ്ങൾ. എന്നിട്ട് അവസാനം അവരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഇത് അവസാനം വന്ന് കുഞ്ഞിന്റെ അടുത്ത് നോക്കുമ്പോൾ കുഞ്ഞ് കാറ്റടിച്ച ഭാഗത്തു നിന്നും വെള്ളം വരുന്നുണ്ട്. അപ്പോ അവിടെ എല്ലാം പ്രയത്നിക്കാൻ പറഞ്ഞിരിക്കുകയാണ്.
മറിയം അലൈഹിസ്സലാം ഇതേപോലെ ഇതേ രീതിയിൽ എന്ത് ചെയ്തിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്തു? ആ സന്ദർഭത്തിൽ മറിയം അലൈഹിസ്സലാം പിന്നെ അവിടെ ഗർഭിണിയായി ആ ഈത്തപ്പനയുടെ ചുവട്ടിൽ ചാരിയിരിക്കുന്ന സന്ദർഭത്തിൽ എന്ത് പറഞ്ഞു? അല്ലാഹ് വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ലതി, ആ മരം പിടിച്ച് കുലുക്കുന്നത്. അപ്പൊ അള്ളാഹ് മുകളിൽ നിന്നും ഈത്തപ്പന ഇട്ടുകൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? അവിടെ തൊട്ട് ഈത്തപ്പന കുഴിക്കിയാൽ ആ സ്ത്രീ പിടിച്ചാൽ എന്ത് ആവൂല, കുലുങ്ങൂല എന്ന് നമുക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാ? പ്രയത്നിക്കാൻ പറയും. അപ്പൊ അതേപോലെ സഫാ മറുവയ്ക്കിടയിൽ പ്രയത്നിക്കുകയാണ്. സഅയ് നടത്തിയതിന് ശേഷമാണ് എന്ത് വരുന്നത്? അവിടെ ഇസ്മായിൽ അലൈഹി സ്വലാം കടന്ന സ്ഥലത്ത് വെള്ളം വരുന്നത്. അപ്പൊ ഇതുപോലുള്ള ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതിന് ശേഷവും ഇന്നല്ലതിന് യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ, അതുപോലുള്ള ദൃഷ്ടാന്തങ്ങൾ മറച്ചു വെക്കുന്നവർ, അല്ലതിന് യക്തുമൂന യക്തു മറച്ചു വെച്ചു, അല്ലെങ്കിൽ യക്തുമൂന മാ അൻസൽനാ, നാം ഇറക്കിയ മിനൽ ബയ്യിനാതി സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, വൽ ഹുദാ അതേപോലെ മാർഗദർശനത്തെയും ആരെങ്കിലും മറച്ചു വെച്ചാൽ, ഇതോ അള്ളാഹ് ഇറക്കിയ കലാമോ അല്ലെങ്കിൽ അള്ളാഹ് കാണിച്ചെന്ന ദൃഷ്ടാന്തങ്ങളോ ഒക്കെ മറച്ചു വെച്ചാൽ, അത് ഹൈഡ് ചെയ്താൽ, അതിന് കണ്ടില്ല എന്ന് നടിച്ചാൽ, മിൻബഅദി മാ ബയ്യന്നാഹു, അത് വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം, മിൻബഅദി മാ ബയ്യന്ന, നാം വ്യക്തമാക്കി കൊടുത്തു, അതിന് ലിന്നാസി ജനങ്ങൾക്ക്, മിൻബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ജനങ്ങൾക്ക് നാം അത് വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം, എവിടെ വ്യക്തമാക്കി കൊടുത്തത്? ഫിൽ കിതാബി, കിതാബിൽ ഗ്രന്ഥത്തിൽ വ്യക്തമാക്കി കൊടുത്തതിന് ശേഷവും അതിനെ മറച്ചു വെക്കുന്നവർ യൽഅനുഹും, അവരെ ശപിക്കും. ആരൊക്കെ ശപിക്കും? അള്ളാഹ് ശപിക്കും. വയൽഅനുഹും, അവരെ ശപിക്കും. അല്ലാഇനൂൻ, ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കും. അപ്പൊ അള്ളാഹ് ഗ്രന്ഥത്തിൽ ഖുർആനിൽ ഇറക്കിയതോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ ഖണ്ഡിതമായ നിർദ്ദേശങ്ങളിൽ വന്നിട്ടുള്ളതോ ആയ കാര്യങ്ങൾ എന്തെങ്കിലും മറച്ചു വെക്കുന്ന ആരെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹ് അവരെ ശപിക്കും. ഉലൈക, അക്കൂട്ടരെ യൽഅനുഹും, അള്ളാഹ് ശപിച്ചുകൊണ്ടിരിക്കും. യൽഅനുഹും, അവരെ ശപിക്കും, ശപിച്ചുകൊണ്ടേയിരിക്കും. ശപിക്കും എന്നാണല്ലോ. അപ്പൊ ഭാവിയിൽ നടക്കും, ഇപ്പോഴും നടക്കും. ശപിച്ചുകൊണ്ടേയിരിക്കും. വയൽഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കുന്നവരൊക്കെയും ശപിക്കും. അവർക്ക് മലക്കളുടെ ശാപം ഉണ്ടാകും, ജനങ്ങളുടെ ശാപം ഉണ്ടാകും, അള്ളാന്റെ ശാപം ഉണ്ടാകും എന്നൊക്കെ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇല്ലല്ലദീന താബൂ, എപ്പോഴാണ് അവർ രക്ഷപ്പെടുന്നതിൽ നിന്നും, ശാപത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്? ഇല്ലല്ലദീന താബൂ, പശ്ചാത്തപിച്ച് മടങ്ങിയവർ ഒഴികെ. ഇനി പശ്ചാത്തപിച്ച് മടങ്ങി അവര് മറച്ചു വെച്ച കാര്യം അവർ മറച്ചു വെച്ചു, കുറച്ചുനാൾ അവര് മറച്ചു വെച്ചു, പറഞ്ഞു കൊടുത്തില്ല, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തില്ല, പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെച്ചു, അല്ലെങ്കിൽ പിന്നെ അവർ കണ്ടില്ല എന്ന് നടിച്ചു, അല്ലെങ്കിൽ അതിനെ അവര് പറഞ്ഞപ്പോഴും ജനങ്ങൾ ഇങ്ങോട്ട് പറയുമ്പോഴും അങ്ങനെ ഒന്നില്ല എന്നവര് പറഞ്ഞു. അങ്ങനെ ഏത് രീതിയിൽ അതിനെ ഹൈഡ് ചെയ്താലും പിന്നെ കുറെ ആൾ കഴിഞ്ഞതിന് ശേഷം അല്ലാഹ് എനിക്ക് പുറത്തു തരണമേ, ഞാൻ തൗബ ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യണം അവര്? ഇല്ലല്ലദീന താബു, പശ്ചാത്തപിച്ചവരൊഴിയെ, വ അസ്ലഹു, പിന്നീട് നന്നാക്കിയവരൊഴികെ. അപ്പൊ പറഞ്ഞതിനൊക്കെ എന്ത് ചെയ്യണം? പുതിയ ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞൊക്കെ തെറ്റായിരുന്നു, എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ നന്നാക്കണം. പഴയ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായി നല്ല രീതിയിൽ പ്രവർത്തിക്കണം. വാസ്ലഹു, നന്നാക്കിയവരും ഒഴികെ. വ ബയ്യനു, പിന്നീട് എന്ത് ചെയ്യണം? മറച്ചു വെച്ച കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കണം. അപ്പൊ തൗബ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അസ്ലഹു, നന്നാക്കണം, നന്മ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ അവർ നേരത്തെ മറച്ചു വെച്ചതിന് വിരുദ്ധമായിട്ട് നല്ല കാര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം. വബയ്യനു, പിന്നീട് എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റായി പോയി, അത് വ്യക്തമാക്കി കൊടുക്കണം. വബയ്യനു, വ്യക്തമാക്കി കൊടുക്കണം. അപ്പൊ തൗബ ചെയ്ത് അള്ളാഹ് ഇറക്കിയ ദൃഷ്ടാന്തങ്ങളോ സൂക്തങ്ങളോ മറച്ചു വെച്ചവർ തൗബ ചെയ്താൽ എന്ത് ചെയ്യണം? അവർ പിന്നെ ശരിയായി പ്രവർത്തിക്കണം. മാത്രമല്ല നേരത്തെ മറച്ചു വെച്ചതിന് വ്യക്തമാക്കി കൊടുക്കണം. അപ്പൊ ഉലൈക, അക്കൂട്ടർ, അതൂബു അലൈഹിം, താബ യതൂബു, താബ അല, അവരുടെ പശ്ചാത്താപം ഞാൻ സ്വീകരിക്കും. താബ അല, പശ്ചാത്താപം സ്വീകരിച്ചു. വ അന തവ്വാബുർ റഹീം, ഉലൈക അതൂബു അലൈഹിം, അവരുടെ പശ്ചാത്താപം നാം സ്വീകരിക്കും. വ അന തവ്വാബുർ റഹീം, ഞാൻ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കാരുണ്യമുള്ളവനുമാണ്. ഇന്നല്ലദീന കഫറു, തീർച്ചയായും സത്യനിഷേധികൾ, വ മാതു, സത്യനിഷേധികൾ, വ മാതു വഹും കുഫാറുൻ, വാവുൽ ഹാൽ,
വഹും കുഫാറും സത്യനിഷേധികളായ നിലയിൽ മരിച്ചവർ. മാത്തു അവർ മരിച്ചു. ഏത് നിലയിൽ? വഹും അവർ ആയിരിക്കുന്നതായ നിലയിൽ. കുഫാറും സത്യനിഷേധികളായ നിലയിൽ മരിച്ചവർ. സത്യത്തെ നിഷേധിക്കുകയും, കഫറ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക എന്ന് അർത്ഥമുണ്ട്. അങ്ങനെ മറച്ചു വെക്കുകയും, ഒമാത്തു വഹും കുഫാറുൻ അവർ മറച്ചു വെക്കുന്നവരായ രീതിയിൽ തന്നെ മരിക്കുകയും ചെയ്താൽ ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹ്, അത് അവിടെ വന്നിട്ടുണ്ട്. ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹ്, നേരത്തെ പറഞ്ഞതാണ് ഇവിടെ കാണുന്നത്. ലഅനത്തുല്ലാഹ് അവർക്ക് അള്ളാന്റെ ശാപം ഉണ്ടാകും. വൽ മലായികത്തി മലക്കുകളുടെ ശാപം ഉണ്ടാകും. ഉലൈക അവർ അലൈഹിം അവരുടെ മേലുണ്ട് ലഅനത്തുല്ലാഹ് അള്ളാന്റെ ശാപമുണ്ട്. വൽ മലായികത്തി മലക്കുകളുടെ ശാപമുണ്ട്. വന്നാസി അജ്മഈൻ ജനങ്ങളുടെ മുഴുവൻ ശാപവും അവർക്കുണ്ട്. തീർന്നില്ല. ഖാലിദീന ഫീഹ അവരതിൽ പെർമനന്റ് ആയിരിക്കും, അവരവിടെ ശാശ്വതവാസികളായിരിക്കും. ലാ യുഖഫഫ് ലഘുവാക്കപ്പെടുകയില്ല. ഖഫഫ ലഘുവാക്കി, ലാ യുഖഫഫു ലഘുവാക്കപ്പെടുകയില്ല. അൻഹും അവരിൽ നിന്നും അൽ അദാബ് ശിക്ഷ ലഘുവാക്കപ്പെടുകയില്ല. വലാഹും യുൻളറൂൻ അവർക്ക് അവധി നൽകപ്പെടുകയില്ല. ഇപ്പല്ല കുറച്ചു നാൾ കഴിഞ്ഞതിന് ശേഷം ശിക്ഷിക്കാം എന്ന് വിചാരിക്കുകയില്ല. കുറച്ചു നാൾ കഴിഞ്ഞിട്ട് അവർ ശിക്ഷിക്കാം എന്ന് അവധി നൽകപ്പെടുകയില്ല. വ ഇലാഹുക്കും ഇലാഹും വാഹിദ് നിങ്ങളുടെ ഇലാഹ് വാഹിദ് ഒറ്റ ഇലാഹാണ്. ലാ ഇലാഹ ഒരേ ഇലാഹ് തന്നെ ഇല്ല, ഒരൊറ്റ ഇലാഹുമില്ല. ലാ ഇലാഹ വർഗത്തിൽ നിഷേധിക്കുന്ന ലാ ഇലാഹ ആരാധ്യൻ എന്ന നിലയിൽ ഒന്നും തന്നെ ഇല്ല. ലാ ഇലാഹ എന്ന് പറയുമ്പോൾ ആരാധനയ്ക്ക് അർഹനായി ഒരുത്തൻ തന്നെ ഇല്ല. അതേപോലെ ഇലാഹ് എന്ന് പറയുന്ന ആരാധ്യൻ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ഒന്നും തന്നെ ഇല്ല. അതേപോലെ ആരാധന അവകാശപ്പെടുന്ന ഒന്നും തന്നെ ഇല്ല. ഇല്ലാഹുവ അവനൊഴികെ. അർ റഹ്മാൻ ആ ആരാധ്യൻ ആരാണ്? അവനൊഴികെ. അവൻ ആരാണ്? അവൻ അല്ലാഹ് നമുക്കറിയാം. അവൻ അർ റഹ്മാനാണ്, പരമകാരുണികനാണ്. അർ റഹ്മാൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അധികം കരുണ ചെയ്യുന്നവൻ. അവൻ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും കരുണ ചെയ്യുന്നവനാണ്. അവൻ കാഫറുകൾക്കും മുശ്രിക്കുകൾക്കും ബഹുദൈവവിശ്വാസികൾക്കും അതേപോലെ അഹ്ലു കിതാബിനും തദ്വിശ്വാസികൾക്കും എല്ലാവർക്കും കരുണ ചെയ്യുന്നവനാണ് അർ റഹ്മാൻ. അർ റഹീം എന്ന് പറഞ്ഞാൽ നിരന്തരം കരുണ ചെയ്യുന്നവൻ, തുടർച്ചയായി കരുണ ചെയ്യുന്നവനാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തും പരലോകത്തും കരുണ ചെയ്യുന്നവനാണ്. ആദ്യം പറഞ്ഞത് അവൻ ഒരുപാട് കരുണ ചെയ്യും. ആർക്ക്? എല്ലാവർക്കും കരുണ ചെയ്യും. അപ്പൊ അവരനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും കരുണ ചെയ്യും. പക്ഷെ അത് ഈ ലോകത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അർ റഹീം എന്ന് പറഞ്ഞാൽ അവൻ കണ്ടിന്യൂസ് ആയിട്ട് കരുണ ചെയ്യുന്നവനാണ്. റഹീം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്. ഈം അല്ലെങ്കിൽ ഫഈൽ രൂപത്തിലാണ് വരുന്നതെങ്കിൽ തുടർച്ചയായിട്ട് നിരന്തരം കരുണ ചെയ്യുന്നവൻ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അധികം കരുണ ചെയ്യുന്നവൻ. അപ്പൊ റഹ്മാൻ എന്ന് പറഞ്ഞ കരുണത്തിന്റെ ആധിക്യം പറയുന്നത് എന്തിനാണ്? അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും കരുണ ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നീട് എന്ത് പറഞ്ഞു? റഹീം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി കരുണ ചെയ്യുന്നവനാണ്. തുടർച്ചയായി കരുണ ചെയ്യുന്ന പറഞ്ഞാൽ ഈ ലോകത്തും പരലോകത്തും കരുണ ചെയ്യുന്നവനാണ്. അപ്പൊ ഈ ലോകത്ത് അനുസരിച്ചവർക്കും കരുണ ചെയ്യും, ഈ ലോകത്ത് അനുസരിച്ചവർക്ക് ഈ ലോകത്തും കരുണ ചെയ്യും, അതേപോലെ പരലോകത്തും കരുണ ചെയ്യും. ഇതാണ് നമ്മൾ പറഞ്ഞു വെച്ച ആയത്തുകളുടെ അർത്ഥം. നിങ്ങളെ മൈക്ക് ഓഫ് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞ സമയത്ത് തീരില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് മൈക്ക് ഓഫ് ചെയ്തത്. മാത്രമല്ല ഇടയ്ക്ക് അപശബ്ദങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? ഫോൺ ചെയ്തിട്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും പോയാ? ആരുടെ അനക്കമില്ല. എല്ലാവരും മൈക്കൊന്നുകൂടെ ഓൺ ചെയ്യണം നിങ്ങൾ. സംശയമൊന്നുമില്ല. എനിക്കൊന്നും ഇതുവരെ കേട്ടില്ല, കൊറേ സമയമായി കേട്ടില്ല. ഉസ്താദ് ഓഫാക്കിയതിന് ശേഷം ഞാൻ ഒന്നും കേട്ടില്ല. അതെന്താ അറിയില്ല, കൊറേ സമയമായി. ആരെങ്കിലും കേട്ടോ? ഒന്നും കേൾക്കണില്ല, അത് പറയാനും കഴിയുന്നില്ല, കേക്കില്ല. അപ്പൊ ഒരാൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ ഭാഗത്ത് കുഴപ്പമില്ല എന്നാണ്. ഒന്നും കേക്കില്ലല്ലോ, ഒന്നും കേക്കില്ല. അതെന്താ അവസ്ഥ? നിങ്ങൾ എന്തെങ്കിലും കുഴപ്പമില്ല. കേട്ടു. ഞാൻ ഒരാൾക്ക് മാത്രം കേൾപ്പിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം കേൾപ്പിക്കുന്ന സംഭവം ഇല്ല.
ഞാൻ പക്ഷെ ഇവിടെ നിന്ന് അത്ര പ്രക്ഷേപണം ഫോൺ ചെയ്താൽ എല്ലാവരും കേൾക്കും. അപ്പൊ നിങ്ങളുടെ ഫോണിലോ നിങ്ങളുടെ മൈക്രോ നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ അതവിടുത്തെ വൈഫൈ ശരിയില്ലാഞ്ഞിട്ടായിരിക്കും. ഹെഡ്സെറ്റിലോ വൈഫൈയിലോ ഒക്കെ കുഴപ്പമുണ്ടാവും. കേൾക്കുന്നേ ഇല്ല. ഇവിടെ എല്ലാവർക്കും കേട്ടല്ലോ. അപ്പൊ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ കോഴിക്കോട് ചില പ്രദേശങ്ങളിൽ ഇതേപോലെ നിങ്ങൾ പിന്നെ മൊബൈൽ വൈഫൈ നെറ്റ്വർക്ക് ആണോ ഉപയോഗിക്കുന്നത്, അല്ല വൈഫൈ സെറ്റ് വെച്ചിട്ടാണോ ഉപയോഗിക്കുന്നത് എന്ന് എനിക്കറിയില്ല. കേബിൾ കണക്ട് ചെയ്തിട്ടുള്ളതെന്നില്ല. കേബിൾ കണക്ട് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ആ കേബിൾ തന്നവരോട് നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലൈന്റ് പറയണം, ഇത് ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്നുണ്ട് എന്ന്. അപ്പൊ നമ്മൾ ഷെഫല ടീച്ചർ അറബി പഠിപ്പിക്കുന്ന എന്താ ടീച്ചർ കേൾക്കാത്ത അറിയില്ല. വെച്ച സമയത്ത് നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല എന്ന് പരാതി പറയുന്നവർ കേൾക്കുന്നില്ലേ? ഓ, ഇപ്പോഴും കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടല്ലോ. വേറെ എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. ഒന്നും കേട്ടില്ല. ഞാൻ ഇതുവരെ ഒന്നും കേട്ടില്ല. ആയിഷ മേഡത്തിന് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഐഷത്തേക്ക് എപ്പോഴും കംപ്ലൈന്റ് ആണ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ കേൾക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. അത് ഐഷത്തന്റെ അവിടുത്തെ അയച്ചാത്തയുടെ കംപ്ലൈന്റ് ആയിരിക്കും. റെസ്പോൺസ് ഇല്ലല്ലോ. കംപ്ലൈന്റ് ആയിരിക്കും. അപ്പൊ ഐഷത്താക്ക് നിങ്ങൾ ഒരു മെസ്സേജ് കൊടുക്കണം. അതായത് ഈ വൈഫൈ മൊബൈൽ വൈഫൈ ആണെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്തത് മന്ത്ലി 500 സംഭവം 600 ഒന്നും രൂപ മനസ്സിലാവുന്നില്ല. കൊടുക്കുമ്പോഴത്തേക്ക് കേട്ടിട്ടില്ല, 500 രൂപ കേൾക്കുന്നില്ല. കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കേരള വിഷനോ അല്ലെങ്കിൽ എയർടെല്ലോ അതുപോലെ സംഭവങ്ങൾ കണക്ട് ചെയ്യാം. ഇനി അതിൽ കണക്ട് ചെയ്തിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവരെ വിളിച്ച് പറയണം. അവർക്ക് കൺട്രോൾ റൂമിൽ നിന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ പുതിയ ടീച്ചർ വെച്ചപ്പോ ആ ടീച്ചർ പ്രക്ഷേപണം ചെയ്യുന്നിടത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകും. അപ്പൊ അത് ഓപ്പറേറ്റ് ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടായി, ടീച്ചർക്കും ബുദ്ധിമുട്ടായി. അങ്ങനെ നമ്മളുടെ ഓഫീസിൽ തന്നെ നേരിട്ട് അവരെ വിളിച്ചു പറഞ്ഞു. വാഷിംഗ് ബേസിന്റെ അടുക്കളയിൽ ഫിൽറ്ററിന്റെ നമ്മൾ നേരിട്ട് അവരെ വിളിച്ചു പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്ത്, അന്നേരം അവരുടെ കൺട്രോൾ റൂമിൽ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പൊ അതേപോലെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് സർവീസ് പ്രൊവൈഡർ ആരാണോ നെറ്റ്വർക്ക് കൊടുക്കുന്നത് അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അതിങ്ങനെ പ്രോബ്ലം ഉണ്ടെന്ന് പറയുക. ചിലപ്പോൾ അവർ ഡിവൈസ് മാറ്റി വെച്ച് തരും, അല്ലെങ്കിൽ ഡിവൈസിൽ ചിലപ്പോൾ അതിന്റെ സെറ്റപ്പ് മാറ്റം ഉണ്ടാവും, അവർ കൊണ്ടുവയ്ക്കുന്ന ഡിവൈസിൽ. അങ്ങനെയൊക്കെ പ്രോബ്ലം ഉണ്ടാവും. നമ്മൾ പൈസ കൊടുക്കുകയും ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോവുകയും ചെയ്യും. അത് ശരിയാവില്ല. ഓക്കെ, ഇപ്പൊ പറഞ്ഞത് നമ്മൾ നേരത്തെ വാക്കർത്ഥങ്ങളെല്ലാം വിശദീകരിച്ചു. അത് കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നീട് എന്ത് ചെയ്തത്, ബാക്കി കാര്യങ്ങൾ പൂർണ്ണമായും അതിന്റെ അർത്ഥം പറഞ്ഞു തീർത്തത്, വിശദീകരണം അടക്കം. അപ്പോ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാത്തതുകൊണ്ട് ആൾക്കാർക്ക് സംശയങ്ങൾ കുറവായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോഴാണ് സംശയം ഉണ്ട്. ഇപ്പൊ കേട്ടതാ ഈ സാധനം ഇവിടെ എന്തോ ഒരു വെട്ട് പോലെ കണ്ടിന്. അത് തെറ്റ് പോലുള്ള ഓണാക്കിയപ്പോ അപ്പൊ നിങ്ങൾ എന്താണ്, അപ്പൊ നിങ്ങള് പിന്നെ നമ്മുടെ സൗണ്ട് ഓഫ് ചെയ്തിരുന്നു. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ നമ്മളെ കുഴപ്പമില്ല. ഞാനൊന്നും ചെയ്തില്ല. പക്ഷെ ഇവിടെ ഒരു തെറ്റ് പോലെ ഇങ്ങനെ കണ്ടു. ഇപ്പൊ ഞാൻ തൊട്ട് നോക്കി, വെറുതെ മുകളിലൊരു തെറ്റ് പോലെ കണ്ടു. അത് ഞാൻ ഫോണാക്കിയപ്പോ കേട്ടു. ഇപ്പൊ അത് കേട്ടു. അപ്പൊ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് തന്നെ ഉപയോഗിക്കുന്നത്? ഹെഡ്സെറ്റ് ആണ്. പക്ഷേ ഹെഡ്സെറ്റ് ആണ്. നിങ്ങൾ ഫോൺ ഒരു സ്ഥലത്ത് വെക്കണം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ തൊട്ട് നോക്കരുത്. പിന്നെ അതേപോലെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും വന്നിട്ട് ഫോൺ എടുക്കാൻ സമ്മതിക്കും. അപ്പൊ ആരെങ്കിലും വന്ന് തൊട്ട് നോക്കിയ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടൊക്കെ ആണെങ്കിലോ നിന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ അറിയാതെ ഓടുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്നവര് എന്താ പറയാ, കുട്ടികളെ പോലെ അത്ര മറ്റുള്ളവർ വല്ലതും ഉപയോഗിക്കുകയാണ്, ചെറുപ്പക്കാരെ പോലെ അത്രത്തോളം ഫേമസ് ആയിരിക്കില്ല. അന്നേരത്ത് നമുക്ക് എന്താ എവിടെയെങ്കിലും അറിയാതെ തൊട്ട് കഴിഞ്ഞാൽ അറിയാത്ത പല സംഗതികളും ഉണ്ടാവും. എനിവേ, അപ്പൊ ഇത്രയും പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത് നമ്മൾ റെക്കോർഡ് കേൾക്കുക. വേറെ ആരെങ്കിലും സംശയം ഉണ്ടോ? കൊറേ സംശയം ഉണ്ടായി ചോദിക്കാന്. കേൾക്കാത്തതിനോണ്ട്. കേൾക്കാതെ എങ്ങനെ നിങ്ങൾക്ക് സംശയം വന്നത്? അല്ല, അതിന്റെ മുന്നേ കുറച്ചു നേരം കേട്ടതില്ല സംശയം. കേൾക്കാത്തതിൽ സംശയമല്ല. കേൾക്കാത്തതിൽ എന്താന്ന് തന്നെ പറഞ്ഞില്ല. അപ്പൊ ഒന്നും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞത് വെറുതെ അല്ല, കുറച്ചു നേരം കേട്ടിന്. ഞാൻ പറഞ്ഞില്ല, മുഹ്തദൂൻ വരെ ഷായിറ ഹജ്ജൽ വൈത്തമർ ഷാക്കിറിൻ അലിയും വരെ കേട്ടിന്. പിന്നെ കേൾക്കാത്ത അത്
54 മുതൽ 58 വരെ കേട്ടു. ആ പിന്നെ കേട്ടില്ല. ഓക്കെ. അപ്പൊ എന്തായാലും അതിന്റെ റെക്കോർഡ് കേൾക്കുക. കേട്ടിട്ട് സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടാലും മതി. ആർക്കും ഗ്രൂപ്പിലിടാം കേട്ടോ. നമ്മള് ഗ്രാമറെടുത്ത് കുറച്ച് നീണ്ടുപോയി, പിന്നെ വാക്കർത്ഥം പറഞ്ഞപ്പോ അതിനേക്കാൾ കുറച്ച് നീണ്ടുപോയി. അപ്പൊ അതുകൊണ്ട് തീരാൻ വേണ്ടിയാണ് നമ്മൾ മൈക്ക് ഓഫ് ചെയ്തിട്ട് പറഞ്ഞത്. അല്ലാഹ് സുബ്ഹാനഹു വ തആല അവന്റെ കലാം നന്നായി പഠിക്കുകയും ഗ്രഹിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് തൗഫീഖ് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى ഉസ്താദ് الله ഇത് تعالى പെട്ടെന്ന് وسلم ഇട്ടരണം على കേട്ടോ, خير പെട്ടെന്ന് خلقه ഇട്ടരണേ. محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. ഇത് കൺവെർട്ട് ചെയ്യുന്നതിന് ചിലപ്പോൾ 5-10 മിനിറ്റ് എടുക്കും. അപ്പോ ആ സമയത്തേക്ക് ഞാൻ ഉറക്കത്തിലായി പോയിട്ടുണ്ടെങ്കിൽ അത് വിട്ടു. പിന്നെ നാളെ വരുമ്പോൾ നാളെ വേറെ ഏതെങ്കിലും പണിയിലായിപ്പോയി അത് വിട്ടു. അത് വിട്ടുപോയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. ഇൻഷാ അല്ലാഹ്. ഇപ്പം തന്നെ ഇട്ടെന്നാ നല്ലേ. ഇനി ഞാൻ തീരെ കേൾക്കാത്തതിനോണ്ടേ